ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ നബീന മുഹമ്മദ്. നമ്മൾ ഇന്ന് സലാത്തുൽ ജുമഅയാണ് കഴിഞ്ഞല്ലേ, സലാത്തുൽ ജുമഅ. ഇനി സലാത്തുൽ ഖൗഫ്, ബാബു സലാത്തുൽ ഖൗഫ്, സലാത്തുൽ ഖൗഫിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം. സലാത്തുൽ ഖൗഫ് ഏഷ് പേടി, ഭയം ഉണ്ടാകുമ്പോഴുള്ള നിസ്കാരം. പേടിയുണ്ടാകുമ്പോഴുള്ള നിസ്കാരം എന്ന് പറഞ്ഞുള്ളത് യുദ്ധവേളയിലുള്ള നിസ്കാരമാണ് ഉദ്ദേശം അല്ലേ. യുദ്ധവേളയിൽ ഉള്ള നിസ്കാരം. യുദ്ധവേളയിലുള്ള നിസ്കാരത്തിന് കുറേ കൈഫിയത്ത് പറയപ്പെട്ടിട്ടുണ്ട്, കുറേ രീതികൾ. അതിലൊന്ന് അതിൽ ചിലതാണ് ഇവിടെ 16ഓളം രീതികൾ പറയപ്പെട്ടിട്ടുണ്ട്. 16ഓളം രീതികൾ ഹദീസുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രസിദ്ധമായത് 6 രീതികളാണ്. 6 രീതികൾ ഇവിടെ ഈ അധ്യായത്തിൽ ബാബ് സലാത്തുൽ ഖൗഫിൽ ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുള്ള കൊണ്ടുവന്ന റിപ്പോർട്ടുകളും അതിൻ്റെ വിധികളും ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ ഹദീസ് അൻ സ്വാലിഹ് ഇബ്നു ഖവ്വാത്ത് അമ്മൻ ഗസ മാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അന്ന ത്വായിഫതൻ മിൻ അസ്ഹാബിഹി സഫ്ഫത് മഅഹു വത്വായിഫതു വിജാഹൽ അദു فصلى بالذين معه ركعة ثم ثبت قائما وأتموا لأنفسهم ثم انصرفوا فصفوا وجاه العدو وجاءت الطائفة الأخرى فصلى بهم الركعة التي بقيت ثم ثبت جالسا وأتموا لأنفسهم ثم سلم بهم. متفق عليه واللفظ لمسلم. عليه مسلم اللفظ الذي طيب. عن صالح ابن خوات, സാലിഹ് ഇബ്നു ഖവ്വാത്ത് ഇബ്നു ജുബൈർ, സാലിഹ് ഇബ്നു ഖവ്വാത്ത് ഇബ്നു ജുബൈർ. അദ്ദേഹം അറിയപ്പെട്ട താബിഈ പണ്ഡിതനാണ്. താബിഈ പണ്ഡിതനാണ് ആര്? സാലിഹ് ഇബ്നു ഖവ്വാത്ത്. പാപ്പാൻ്റെ പേര് ഇബ്നു ജുബൈർ, ഖവ്വാത്ത് ഇബ്നു ജുബൈർ എന്നാണ് പാപ്പാൻ്റെ പേര്. സാലിഹ് ഇബ്നു ഖവ്വാത്ത് താബിഈയാണ്, പ്രസിദ്ധനായ താബിഈയാണ്. അപ്പോൾ അദ്ദേഹം നേരിട്ടുള്ള സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയിൽ ആളുണ്ട്. അതാണ് അമ്മൻ ഗസ മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗസ്വത ദാത്തി റിഖ അല്ലേ, യൗമ അമ്മൻ സല്ലം മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ദാത്തി റിഖ സലാത്തുൽ ഖൗഫ്. طيب عمن صلى مع النبي صلى الله عليه وسلم يوم ذات الرقاع صلاة الخوف, يوم ذات الرقاع صلاة الخوف. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് യുദ്ധത്തിൽ യുദ്ധം ചെയ്തവരിൽ നിന്നാണ് ആര് റിപ്പോർട്ട് ചെയ്യണത്? സാലിഹ് ഇബ്നു ഖവ്വാത്ത് റിപ്പോർട്ട് ചെയ്യണത്. അപ്പോൾ അതെങ്ങനെ ഒന്നുകൂടി അൻ സാലിഹ് ഇബ്നു ഖവ്വാത്ത് റഹിമഹുല്ല, സാലിഹ് ഇബ്നു ഖവ്വാത്ത് റഹിമഹുല്ലയിൽ നിവേദനം. അദ്ദേഹമായിരുന്ന റിപ്പോർട്ട് ചെയ്യണത് അമ്മൻ ഗസ മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോടൊത്ത് യുദ്ധം ചെയ്തവരിൽ നിന്നാണ്. അമ്മൻ ഗസ മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം യുദ്ധം ചെയ്തവരിൽ നിന്നാണ് ആര് റിപ്പോർട്ട് ചെയ്യണത്? സാലിഹ് ഇബ്നു ഖവ്വാത്ത് റിപ്പോർട്ട് ചെയ്യണത്. ഏത് യുദ്ധം? ഗസ്വത യൗമ ദാത്തുർ റിഖാ, ദാത്തുർ റിഖാ യുദ്ധം, ദാത്തുർ റിഖാ യുദ്ധം. ഏത് നിസ്കാരം? സലാത്തുൽ ഖൗഫ്, പേടിയുടെ നിസ്കാരം. അപ്പോൾ പേടിയുടെ നിസ്കാരം ദാത്തുർ റിഖാ യുദ്ധ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം യുദ്ധം ചെയ്തവരിൽ നിന്ന് സാലിഹ് ഇബ്നു ഖവ്വാത്ത് നിവേദനം ചെയ്യുന്നു. അതാണ് അവിടെ. അപ്പോൾ അൻ സാലിഹ് ഇബ്നു ഖവ്വാത്തിൻ അമ്മൻ ഗസ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ദാത്തുർ റിഖാ സലാത്തുൽ ഖൗഫ് ഖാൽ, അദ്ദേഹം പറഞ്ഞു എന്നാണ്. അപ്പോൾ അവിടെ അമ്മൻ ഗസ മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോടൊപ്പം യുദ്ധം ചെയ്തവരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യണത്. സാലിഹ് ഇബ്നു ഖവ്വാത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ആരാ നബിയോടൊപ്പം യുദ്ധം ചെയ്തിട്ട് ഇത് പറഞ്ഞ്? സഹാബിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, സഹാബിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. അമ്മൻ എന്നാണ്, ഖസ എന്നല്ല, അസ്തഗ്ഫിറുല്ലാഹ്. അമ്മൻ സല്ല മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോടൊപ്പം നമസ്കരിച്ചവരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. യൗമ ദാത്തുർ റിഖാ യുദ്ധ ദിവസം. ഏത് നിസ്കാരം? സലാത്തുൽ ഖൗഫ്, പേടിയുടെ നിസ്കാരം.
അപ്പോൾ ആരാണ് ആ വ്യക്തി? സാലിഹ് ബിൻ ഖവ്വാത്ത് ആരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അത് പറഞ്ഞിട്ടില്ല. അമ്മൻ എന്ന് പറഞ്ഞ ഒരാളിൽ നിന്നാണ്. പക്ഷേ വേറെ റിപ്പോർട്ടുകളിൽ അത് വന്നിട്ടുണ്ട്. ഒന്ന് അദ്ദേഹത്തിൻ്റെ വാപ്പയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു എന്ന് വന്നിട്ടുണ്ട്. മറ്റൊന്ന് സഹൽ ഇബ്നു അബി ഹത്മ അൽ അൻസാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു. സഹൽ ഇബ്നു അബി ഹത്മ അൽ അൻസാരി അൽ ഔസി സാഇദി. സഹൽ ഇബ്നു അബി ഹത്മയാണ് ആ സഹാബി. അമ്മൻ എന്ന് പറഞ്ഞില്ലേ ഒരാളിൽ നിന്ന്. ആ സാലിഹ് ബിൻ ഖവ്വാത്ത് റിപ്പോർട്ട് ചെയ്ത ആ അമ്മൻ ഒരാളിൽ നിന്ന് പറഞ്ഞാൽ അതാരാണ്? അത് സഹൽ ബിൻ അബി ഹത്മയാണ്. സഹൽ ബിൻ അബി ഹത്മ നബിയോടൊപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? ദാത്തുർ റിഖായിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ നിസ്കാരത്തിലും പങ്കെടുത്തിട്ടുണ്ട്. തയ്യബ്, ദാത്തുർ റിഖാ യുദ്ധം ഏത് യുദ്ധ? ദാത്തുർ റിഖാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യുദ്ധത്തിന് ആ പേര് കിട്ടാൻ കാരണം ദാത്തുർ റിഖാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖത്ഫാനികളോട് നടത്തിയ യുദ്ധമാണ്. ബനു ഖത്ഫാനോട് നടത്തിയ യുദ്ധമാണ്. ഈ ബനു ഖത്ഫാൻ അവർ സ്ഥിതി ചെയ്യുന്നത് മദീനയിൽ നിന്ന് നജിദിൻ്റെ ഭാഗത്താണ്. ഇന്ന് നമ്മൾ മദീനയിൽ നിന്ന് നമ്മൾ ദമ്മാമിലേക്കൊക്കെ വരുമ്പോൾ ഹന്നാക്കിയ കാണും. ഹന്നാക്കിയ ഒരു സ്ഥലമുണ്ട്. ഈ ഹന്നാക്കിയുടെ ഭാഗത്താണ് പിന്നെ ബത്തുനുൻ നഖൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ബത്തുനുൻ നഖൽ അവിടെയായിരുന്നു ഈ ഖത്ഫാനികൾ ഉണ്ടായിരുന്നത്. അവരുടെ പിന്മുറക്കാരാണ് ഇന്നത്തെ മുത്തൈരി ആയിട്ടില്ലേ? മത്രാന്മാർ, മുത്തൈരികൾ. അവിടെയാണ് ബത്തുനു നഖൽ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഉയൈന ഇബ്നു ഹിസ്ൻ അൽ ഫസാരി, ഉയൈന ഇബ്ൻ ഹിസ്ൻ അൽ ഫസാരിയാണ് അവരുടെ ഗോത്ര നേതാവ്. അയാളായിരുന്നു ആരുടെ യുദ്ധം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യുദ്ധം. അതാണ് ദാത്തുർ റിഖാ യുദ്ധം. അതിന് ദാത്തുർ റിഖാ എന്ന് പറയാൻ കാരണം സഹാബികൾ ആ യുദ്ധത്തിന് പോയപ്പോൾ കാലിൽ ചെരുപ്പില്ല. അങ്ങനെ നടന്ന് പിന്നെ ഈ ശരിക്കും നമ്മൾ ഇന്നും ആ വഴി വരുമ്പോൾ കാണാം, ശരിക്കും കല്ലിൻ ചൂളൂറിയ മലഞ്ചെരുവുകളാണ്. നടന്നിട്ട് നഖമൊക്കെ പറഞ്ഞു വീഴാൻ തുടങ്ങിയതാണ്. കാല് പൊട്ടാൻ തുടങ്ങി. അങ്ങനെ ഈ തോല് കാലിൽ ചുറ്റിക്കെട്ടിയിട്ട് അത് വെച്ചിട്ടായിരുന്നു അവർ നടന്നിരുന്നതെന്നാണ്. അതുകൊണ്ടാണ് ദാത്തുർ റിഖാ, റുക്അത്ത് റിഖാ എന്ന് പറഞ്ഞാൽ തോലും കഷ്ണങ്ങൾ എന്നാണ്. മനസ്സിലായില്ലേ? ഈ തോലും കഷ്ണം കാലിൽ വെച്ച് കെട്ടിയിട്ടായിരുന്നു സഹാബികൾ ഇവിടേക്ക് നടന്നു പോയിരുന്നത്. അതുകൊണ്ടാണ് ആ യുദ്ധത്തിന് ദാത്തുർ റിഖാ യുദ്ധം എന്ന പേര്. പിന്നെ അവിടുത്തെ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയും, അവിടെ മലകളുണ്ട്. ആ മലകൾക്കൊക്കെ ഒരു കളറല്ല, പിന്നെ കഷ്ണം വെച്ച മാതിരിയാണ്. വിവിധ കളറുകളിലാണ് അവിടുത്തെ മലകൾ. അതുകൊണ്ട് പിന്നെ ആ മലകൾ പരിഗണിച്ചിട്ട് ദാത്തുർ റിഖാ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ഉപയോഗിച്ചിരുന്ന കൊടി, മനസ്സിലായില്ലേ, അതൊരു കഷ്ണം വെച്ച കൊടിയായിരുന്നു എന്നാണ്. ശരിയല്ലേ? അതുകൊണ്ടും ആ യുദ്ധത്തിന് ദാത്തുർ റിഖാ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഏറ്റവും പ്രബലപ്പെട്ട അഭിപ്രായം ഇതാണ്, സഹാബികൾക്ക് പാദരക്ഷ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ നടന്ന് കാല് പൊട്ടി പിന്നെ നഖമൊക്കെ പറഞ്ഞ്, അപ്പോൾ അവർ ഈ തോലിൻ്റെ കഷ്ണം എടുത്തിട്ട് കാലിൽ വെച്ച് കെട്ടിയിട്ടായിരുന്നു അന്ന് ആ യുദ്ധത്തിൽ പങ്കാളികളായത്. അതുകൊണ്ടാണ് ഖസ്വത്ത് ദാത്തുർ റിഖാ എന്ന യുദ്ധത്തിന് പേര്. ഏതായാലും ഇവിടെ സാലിഹ് ഇബ്നു ഖവ്വാത്ത് പറയാണ്, അമ്മൻ സ്വല്ല മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അമ്മൻ സ്വല്ല മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ദാത്തുർ റിഖാ സലാത്തുൽ ഖൗഫ്. ദാത്തുർ റിഖാ യുദ്ധ ദിവസം നബിയോടൊപ്പം ഖൗഫിൻ്റെ നമസ്കാരം നിർവഹിച്ചവരിൽ നിന്ന്, അഥവാ സഹൽ ബിൻ അബി ഹത്മ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ആര് റിപ്പോർട്ട് ചെയ്യാണ്? സാലിഹ് ബിൻ ഖവ്വാത്ത് റിപ്പോർട്ട് ചെയ്യാണ്. പറഞ്ഞാൽ മനസ്സിലാണ്ട? ചില ചരിത്രങ്ങൾ അതിൻ്റെ ഇതിൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലാണ് ഓരോ വിഷയങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക. ഇവിടെ ഈ സംഭവം ഉണ്ടല്ലോ, സാലിഹ് ബിൻ ഖവ്വാത്തിൻ്റെ സംഭവം. സാലിഹ് ബിൻ ഖവ്വാത്ത് തൻ്റെ വാപ്പയിൽ നിന്നും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഖവ്വാത്ത് ബിൻ ജുബൈറിൽ നിന്ന്. അത് ഇബ്നു മദ്ദ അദ്ദേഹത്തിന് അൽ മാരിഫയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് അവസാനത്തിൽ പറയുന്നുണ്ടാവും ഇബ്നു ഹജർ. ഇബ്നു മദ്ദ അൽ മാരിഫ എന്ന് പറയുന്ന കിതാബിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടേക്ക് നമുക്ക് വരാം. എന്താണ് ഇപ്പോൾ ഹദീസിൻ്റെ നിവേദനത്തിലുള്ളത്? സഹൽ ബിൻ അബി ഹത്മയിൽ നിന്ന് സാലിഹ് ബിൻ ഖവ്വാത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? അന്ന ത്വായിഫത മിൻ അസ്ഹാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിൽ നിന്നൊരു വിഭാഗം ആളുകൾ സഫത്ത് മഅഹു, നബിയോടൊപ്പം സഫ് ഉണ്ടാക്കി നിന്ന്. വതായിഫത്തുൻ, മറ്റൊരു വിഭാഗം വിജാഹൽ അദു, ശത്രുവിൻ്റെ വിജാഹ് എന്ന് പറഞ്ഞാൽ ഇത്തിജാഹ്, നേരെ നിന്നു. മനസ്സിലാണ്ട?
അന്ന ത്വായിഫത മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളിൽ നിന്ന് ഒരു വിഭാഗം സഫത്ത് മഅഹു നബിയോടൊപ്പം സഫ് ചേർന്നു, സഫായി നിന്നു. വത്വായിഫത്ത് മറ്റൊരു വിഭാഗം വിജാഹൽ അദു ശത്രുവിന് നേരെയും സഫായിട്ട് നിന്നു. ഫസല്ല ബില്ലദീന മഅഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കൂടെ സഫ് കെട്ടിയവരോടൊപ്പം നിസ്കരിച്ചു റക്അത്തൻ ഒരു റക്അത്ത്. സുമ്മ സബത ഖായിമൻ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എങ്ങനെ നിന്നു? സുമ്മ സബത ഖായിമൻ റസൂലുള്ള നിസ്കരിക്കാതെ നിന്നു. വ അതമ്മു ലി അൻഫുസിഹിം അപ്പോൾ വേക്കൽ റസൂലുള്ളാഹിന്റെ പിന്നിൽ നിസ്കരിച്ചില്ല ഒരു റക്അത്ത്. അവർ വ അതമ്മു പൂർത്തിയാക്കി ലി അൻഫുസിഹിം തങ്ങൾക്ക് സ്വന്തം അവരെന്ത് ചെയ്തു? ഒരു റക്അത്ത് കൂടി നിസ്കരിച്ചു. സുമ്മൻ സറഫു എന്നിട്ട് അവർ പിരിഞ്ഞുപോയി. വസഫു വിജാഹൽ അദു എന്നിട്ട് ആ നിസ്കരിച്ച് പിരിഞ്ഞു പോയവരെന്ത് ചെയ്തു? ശത്രുവിന് നേരെ സഫ് കെട്ടി, ശത്രുവിന് നേരെ സഫായി നിന്നു. വജാഅത്തി ത്വായിഫത്തുൽ ഉഖ്റ അപ്പം മറ്റേ വിഭാഗം വന്നു. ആര്? ശത്രുവിന് നേരെ നിലയുറപ്പിച്ച ആ വിഭാഗം വന്നു. ഫസല്ലാ ബിഹിം അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെയും കൊണ്ട് നമസ്കരിച്ചു. അർറകഅത്തല്ലത്തി ബഖിയത് ശേഷിക്കുന്ന ഒരു റക്അത്ത്, ശേഷിക്കുന്ന ഒരു റക്അത്ത്. ആർക്ക് ശേഷിക്കുന്ന? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. സുമ്മ സബത ജാലിസൻ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉറച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സലാം വീട്ടാതെ ഇരുന്നു. വ അതമ്മു ലി അൻഫുസിഹിം അപ്പം റസൂലുള്ളാഹിന്റെ ബാക്കിൽ രണ്ടാമത് വന്ന് നിസ്കരിച്ചവർ അവർ എന്ത് ചെയ്തു? ഒരു റക്അത്ത് അവർ സ്വയം പൂർത്തീകരിച്ചു. സുമ്മ സല്ലമ ബിഹിം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെയും കൊണ്ട് സലാം വീട്ടി. ഇത് സലാത്തുൽ ഖൗഫിൻ്റെ ഒരു രീതിയാണ്. ഞാൻ പറഞ്ഞില്ല 16ഓളം രീതികൾ ഹദീസിൻ്റെ നിവേദനങ്ങളിൽ വന്നിട്ടുണ്ട്. അത് ഏറ്റവും പ്രസിദ്ധമായത് 6 രീതികളാണ്. അതിലൊന്ന് ഇതാണ്. ഇതെങ്ങനെയൊന്നും ഷോർട്ടായിട്ട് പറയാം, മനസ്സിലായിട്ടില്ല? അത് മനസ്സിലായിട്ടില്ല. ഇത് എളുപ്പമുള്ള രീതിയാണ്, മനസ്സിലായ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ യോദ്ധാക്കളുണ്ട്. ശത്രു ഖിബിലയുടെ ഭാഗത്താണ്. മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്? പിന്നെ 2 വിഭാഗമാക്കി. ഒരു വിഭാഗത്തെ ശത്രുവിന് നേരെ നിർത്തി, മറ്റൊരു വിഭാഗത്തെ റസൂല തൻ്റെ പിന്നിൽ സഫാക്കി നിർത്തി. മനസ്സിലല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരെയും കൊണ്ട് ഒരു റക്അത്ത് നിസ്കരിച്ച് എന്നിട്ട് എഴുന്നേറ്റ് അവിടെ നിന്ന്. അപ്പോൾ ഈ ബാക്കിൽ നബിയുടെ കൂടെ ഒരു റക്അത്ത് നിസ്കരിച്ചില്ലേ, അവരെന്ത് ചെയ്ത്? ഒരു റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി. എന്നിട്ട് അവർ പോയി ശത്രുവിൻ്റെ നേരെ നിന്ന്. അപ്പോൾ അവർക്ക് എത്ര റക്അത്ത് കിട്ടി? 2 റക്അത്ത്. അവർ നബിയുടെ കൂടെ റക്അത്ത് നിസ്കരിച്ച് പിന്നെ ഒരു റക്അത്ത് പൂർത്തിയാക്കിയിട്ടാണ് പോയത്, സലാം വീട്ടിയിട്ട് പോയി. അപ്പോൾ അവർ 2 റക്അത്ത് നിസ്കരിച്ചു. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര കിട്ടി? ഒരു റക്അത്ത്. നബി അവിടെ തന്നെ നിൽക്കുകയാണ്, ഇവർ നിസ്കരിച്ച് പോയി. അവർ പോയിട്ട് ഈ നിസ്കരിച്ചവർ പോയിട്ട് ശത്രുവിൻ്റെ നേരെ നിന്നു. അപ്പോൾ മറ്റേ വിഭാഗം വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ നിന്ന് നബി അവരെയും കൊണ്ട് എന്ത് ചെയ്തു? ഒരു റക്അത്ത് കൂടി നിസ്കരിച്ച്. മനസ്സിലായി? എന്നിട്ട് റസൂലുള്ള ഒരു റക്അത്ത് നിസ്കരിച്ചിട്ട് അവിടെ ഇരുന്ന് സലാം വീട്ടാതെ ഇരുന്ന്. അതാണ് സുമ്മ സബത ജാലിസൻ, അവിടെ ഇരുന്ന്. അപ്പോൾ മറ്റവരെന്ത് ചെയ്ത്? റസൂലുള്ള ഇരുന്നപ്പോൾ ഒരു റക്അത്ത് കൂടി നിസ്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെയും കൊണ്ട് സലാം വീട്ടി. ആദ്യത്തെ വിഭാഗത്തിന് നബിയുടെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടി. രണ്ടാമത്തെ വിഭാഗത്തിന് നബിയുടെ കൂടെ സലാം കിട്ടി. മനസ്സിലായോ? സലാം കിട്ടി. എത്ര റക്അത്ത് നിസ്കരിച്ച്? 2 റക്അത്താണ് നിസ്കരിച്ചത്. അപ്പോൾ ആ നിസ്കാരം 2 റക്അത്ത് നിസ്കാരമായിരുന്നു. പിന്നെ സലാത്തുൽ ഖൗഫ് അത് തദ്ദേശവാസിയാണ് നിസ്കരിക്കേണ്ടത് എങ്കിൽ 4 റക്അത്ത് നിസ്കരിക്കേണ്ടത്. യാത്രക്കാരനാണെങ്കിൽ 2 റക്അത്ത്. ആ സമയം ഞാൻ ഓർക്കണില്ല, പക്ഷേ ഏതായാലും യാത്രയിലാണ്, അതുകൊണ്ട് 2 റക്അത്താണ് നിസ്കരിച്ചത്. 2 റക്അത്ത് നിസ്കാരമാണ് ഉണ്ടായത്. ഇതാണ് ഇപ്പോൾ ഒരു രീതി. ഇത് മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്താണ്. വല്ലഫ്ദുലി മുസ്ലിം, ഇത് മുസ്ലിമിൻ്റെ പദപ്രയോഗമാണ്. പിന്നെന്തായാലുള്ളത് ഇബ്നു മന്ദനെ കുറിച്ച് ഫിൽ മാരിഫ അലി ഇബ്നു മന്ദ അൻ സാലിഹ് ബിൻ ഖവാത്തിൻ അൻ അബീഹി. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അതായത് ഫിൽ മാരിഫ അലി ഇബ്നു മന്ദ, ഇബ്നു മന്ദയുടെ അൽ മാരിഫ എന്ന കിതാബിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്. എന്താ വന്നത്? അൻ സാലിഹ് ബിൻ ഖവാത്ത് അൻ അബീഹി. ഈ ഹദീസ് സാലിഹ് ബിൻ ഖവാത്ത് തൻ്റെ വാപ്പയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഹദീസിൻ്റെ വിഷയം എന്താണെന്നറിയോ? സാലിഹ് ബിൻ ഖവാത്ത് താബിയാണ്. മനസ്സിലല്ലേ? ഈ താബിഈ എങ്ങനെയാണ് ഇത് റസൂലുള്ളാഹിന്റെ കാലത്താണ് സംഭവം റിപ്പോർട്ട് ചെയ്യുക? അപ്പോൾ കണ്ണി മുറിയും അല്ലേ? സഹാബി ആരെന്ന് അറിയില്ല. അപ്പോൾ ആ ദുരൂഹത നീങ്ങണം. ഹദീസ് സഹീഹാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഇവിടെ ആദ്യം പറഞ്ഞു അൻ സാലിഹ് ബിൻ ഖവാത്തിൻ അമ്മൻ സല്ലാമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് നിസ്കരിച്ചവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ നിസ്കരിച്ച വ്യക്തി ആര്?
അത് വേറെ റിപ്പോർട്ടുകളിൽ വന്നു. അന്ന് അതെന്താണ്? സഹൽ ബിൻ അബി ഹത്മയാണ്. പിന്നെ ഇബ്നു ഹജർ കൊണ്ടുവരാണ് വേറെ ഒന്നുകൂടി. അതാരാണ്? ഇബ്നു മന്ദയുടെ മാരിഫയിൽ സഹൽ ബിൻ അബി ഹത്മയിൽ നിന്നല്ല സാലിഹ് ബിൻ ഖവ്വാത്ത് റിപ്പോർട്ട് ചെയ്തത്. പിന്നെ അബി തൻ്റെ വാപ്പയിൽ നിന്നാണ്. വാപ്പ ഖവ്വാത്ത് ബിൻ ജുബൈറിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തത്. ഖവ്വാത്ത് ബിൻ ജുബൈറിൽ നിന്നാണ്. അപ്പോൾ ഹദീസ് എന്തായി? ഹദീസ് സഹിയായ ബലപ്പെട്ട ഹദീസാണ് എന്നുള്ള അർത്ഥം. ഇതാണ് സലാത്തുൽ ഖൗഫിൻ്റെ ഒരു രീതി. ഇനി അടുത്തൊരു രീതി കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഇബ്നു ഉമറിൻ്റെ ഹദീസ് മനസ്സിലാക്കാം. وعن ابن عمر رضي الله عنهما قال غزوت مع رسول الله صلى الله عليه وسلم قبل نجد فوازينا العدو فصاففناهم فقام رسول الله صلى الله عليه وسلم فصلى بنا فقامت طائفة معه وأقبلت طائفة على العدو وركع بمن معه ركعة وسجد سجدتين ثم انصرفوا مكان الطائفة التي لم تصلي فجاءوا فركع بهم ركعة وسجد سجدتين ثم سلم فقام كل واحد منهم فركع لنفسه ركعة وسجد سجدتين. അർത്ഥം പറയാം ആദ്യം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ നിവേദനം. ഗസൗതു മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയോടൊപ്പം ഞാൻ യുദ്ധം ചെയ്തു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പങ്കെടുത്ത യുദ്ധമാണിത്. ഖിബല നജ്ദിൻ, ഏതിന് നേരെ? നജിദിന് നേരെ. നജിദ് എന്ന് പറഞ്ഞാൽ ഏതാ സ്ഥലം? നജിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയർന്ന സ്ഥലങ്ങൾക്കൊക്കെ നജിദ് എന്ന് പറയും. ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ അതിനൊക്കെ നജിദ് എന്ന് പറയും. മദീനയിൽ നിന്ന് നജിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദീനയുടെ പിന്നെ ഏത് ഭാഗത്ത? പിന്നെ മദീനയുടെ കിഴക്ക് കേഫ് റിയാദിൻ്റെ ഭാഗം. അത് നജിദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൃത്യ ഇതല്ല. ഉയർന്ന സ്ഥലങ്ങൾക്കൊക്കെ നജിദ് എന്ന് പറയും. അതിപ്പോൾ ഇറാഖിൻ്റെ ഭാഗത്ത് നിന്ന് മനസ്സിലായില്ലേ, ഒരു ഭാഗം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ തിഹാമയുടെ ഏകദേശം ഇങ്ങോട്ട് കുറേ നജിദ് എന്ന് പറയുന്ന ഇതാണ്, വിശാലമായ സ്ഥലമാണ്. പിന്നെ മദീനയിൽ നിന്ന് കിഴക്ക് ഭാഗം നോക്കിയിട്ടുണ്ടെങ്കിൽ ഉയർന്നതിനൊക്കെ എന്ത് ചെയ്യും? റസൂലുള്ള നജിദ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ഏതായാലും നജിദിന് നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് ഞാൻ യുദ്ധത്തിൽ പങ്കെടുത്തു. ഇബ്നു ഉമർ പറയാണ്, ഫവാസൈനൽ അദു. എന്താ ഫവാസൈനൽ അദു? ഞങ്ങൾ ശത്രുവിനോട് മുഖാമുഖായി നേരെയായി. ഫവാസൈന അൽ അദുവ ഫസാഫഫ്നാഹും. ഉണ്ടാ എന്താ സാഫഫ്നാഹും? ഞങ്ങൾ അവരോട് സഫായിട്ട് നിന്നു. ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റു. ഫസല്ലാ ബിന, റസൂൽ ഞങ്ങളെയും കൊണ്ട് നമസ്കരിച്ചു. എങ്ങനെ നിസ്കരിച്ച്? അതാണ് പറയുന്നത്. ഫഖാമ തായിഫത്തും മഅഹു, ഒരു വിഭാഗം റസൂലുള്ളാഹിയോടൊപ്പം നിന്നു, നിസ്കരിക്കാൻ നിന്നു. വഅഖ്ബല തായിഫത്തുൻ അലൽ അദു, മറ്റൊരു വിഭാഗം ശത്രുവിന് നേരെ നിന്നു. വറകഅ ബിമൻ മഅഹു, റസൂലുള്ളാഹി തൻ്റെ കൂടെയുള്ളവരോടൊത്ത് റുകൂ ചെയ്തു. വസജദ സജദതൈനി, രണ്ട് സുജൂദും ചെയ്തു. സുമ്മ അൻസറഫു, പിന്നെ നിസ്കരിച്ചവരുണ്ടല്ലോ അവർ പിരിഞ്ഞു പോയി. മക്കാന ത്വായിഫത്തില്ലത്തി ലം തുസല്ലി, നമസ്കരിച്ചിട്ടില്ലാത്തവരുടെ സ്ഥാനത്തേക്ക്. ഫജാഉ, അപ്പോൾ അവർ വന്നു. ഫറകഅ ബിഹിം റകഅതൻ വസജദ സജദതൈനി, അവരെയും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് സുജൂദ് ചെയ്തു, റുകൂഉം ചെയ്തു. എന്നാൽ ഒരു റകഅത്തോടെ നിസ്കരിച്ചു. സുമ്മ സല്ലമ, എന്നിട്ട് റസൂലുള്ളാഹി സലാം വീട്ടി. ഫഖാമ കുല്ലു വാഹിദിൻ മിൻഹും, റസൂലുള്ളാഹിൻ്റെ പിന്നിൽ നിസ്കരിച്ച രണ്ട് വിഭാഗം ഉണ്ടല്ലോ, അവരെഴുന്നേറ്റു ഓരോ വിഭാഗവും. ഫറകഅ ലിനഫ്സിഹി റകഅതൻ വസജദ സജദതൈനി, അവരെന്ത് ചെയ്തു? എന്നിട്ട് ഒരു റുകൂഉ ചെയ്ത് രണ്ട് സുജൂദ് ചെയ്ത് എന്നിട്ട് അവർ സലാം വീട്ടി എന്നാണ്. എന്താ ഇതിന് മനസ്സിലായത്? എങ്ങനെ നിസ്കാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്? ഇവരോടത്താണ് നിസ്കരിക്കുന്നത്. പക്ഷേ ആദ്യം ഒരു ഗ്രൂപ്പ് റസൂലുള്ളാഹിൻ്റെ കൂടെ വന്നിട്ട് എന്ത് ചെയ്ത്? പിന്നിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെയും കൊണ്ട് എന്ത് ചെയ്ത്? ഒരു റകഅത്ത് നിസ്കരിച്ച്. റകഅത്തൻ വസജദ സജദതൈനി, ഒരു റകഅത്ത് നിസ്കരിച്ചിട്ട് റസൂലുള്ളാഹി അവിടെ നിന്ന് അപ്പോൾ എന്ത് ചെയ്ത്? ഈ വിഭാഗം റസൂലുള്ളാഹിൻ്റെ പിന്നിൽ ഒരു റകഅത്ത് നിസ്കരിച്ച് സലാം വീട്ടിയിട്ടില്ല. ഒരു റകഅത്ത് നിസ്കരിച്ച് വേറെ റകഅത്ത് അവർ നിസ്കരിച്ചിട്ടില്ല, സ്വന്തം ഒരു റകഅത്ത് നിസ്കരിച്ചിട്ട് അവരെന്ത് ചെയ്ത്? പോയി. അപ്പോൾ അവിടെ വേറൊരു വിഭാഗം ഉണ്ട് നിസ്കരിക്കാതെ നിൽക്കുന്നത്. അവർ വന്നപ്പോൾ റസൂലുള്ളാഹി അവരെയും കൊണ്ട് എന്ത് ചെയ്ത്? ഒരു റകഅത്ത് നിസ്കരിച്ച്, ഒരു റുക്കൂ രണ്ട് സുജൂദ് നിസ്കരിച്ചിട്ട് റസൂലുള്ളാഹി സലാം വീട്ടി. ഇവരെ എത്ര നിസ്കരിച്ച്? ഒരു റകഅത്ത് നിസ്കരിച്ച്.
മനസ്സിലായോ? റസൂലുള്ള സലാം വീട്ടിയപ്പോൾ എന്ത് ചെയ്ത് ഈ വിഭാഗം ആളുകളും ആ വിഭാഗം ആളുകളും ഒരു റക്അത്ത് അവർ സ്വയം നിസ്കരിച്ചിട്ട് എന്ത് ചെയ്ത് അവർ സലാം വീട്ടി ഖലാസ്. ഇതാണ് സലാത്തുൽ ഖൗഫിൻ്റെ മറ്റൊരു രീതി. അതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന രീതി. സലാത്തുൽ ഖൗഫിൻ്റെ പ്രത്യേകത എന്താ? സലാത്തുൽ ഖൗഫിൻ്റെ പ്രത്യേകത പിന്നെ പേടിൻ്റെ ഊക്കിനനുസരിച്ചാണ് നിസ്കാരത്തിൻ്റെ രീതി. പേടിൻ്റെ ഊക്കിനനുസരിച്ച് മനസ്സിലായില്ലേ? നല്ല ഭീതിജനകമാണ്, കൊടുമ്പിരി കൊണ്ട യുദ്ധമാണ് എങ്കിൽ അവിടെ നിസ്കാരം എങ്ങനെ? നിസ്കാരം ഓടി നടന്നു എങ്ങനെയാണോ കഴിയണം അങ്ങനെയാണ് നിസ്കാരം. ഫരിജാലൻ ഔർ റുക്ബാൻ എന്നാണ്. വാനപ്പുറത്ത് കയറിയിട്ടാണെങ്കിൽ വാനപ്പുറത്ത്, നടന്നിട്ടാണെങ്കിൽ നടന്നിട്ട്, എങ്ങനെയാണ് നിസ്കരിക്കുക അങ്ങനെ. സുജൂദും റുക്കുവൊന്നുമില്ല, നിലത്ത് പോയി കിടന്നിട്ട്. പിന്നെ സുജൂദിൻ്റെയും റുക്കുവിൻ്റെയും സ്ഥലത്ത് ആക്ഷനാണ്, ചൊല്ലലാണ്. മനസ്സിലായോ? അപ്പോൾ അത് നല്ല ഭീതിജനകമായ അവസരത്തിൽ. അതേസമയം അതില്ലെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും? നിസ്കാരത്തിൻ്റെ രീതിയിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കുറേ രീതികൾ എന്ത് ചെയ്ത് നിസ്കാരത്തിൽ പറയപ്പെട്ടത്, സലാത്തുൽ ഖൗഫിൽ പറയപ്പെട്ടത്. ഇവിടെ ഇപ്പോൾ ഇതിന് രണ്ട് രീതി മനസ്സിലായ. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ സലാത്തുൽ ഖൗഫിൻ്റെ വിഷയത്തിൽ ഇനി നമുക്ക് ഹദീസുകൾ വരും. ഈ അധ്യായത്തിൽ കുറേ ഹദീസുകൾ നമുക്കുണ്ട് വരാൻ. ഇതിൽ നമ്മൾ രണ്ട് ഹദീസുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഒന്ന് പിന്നെ സാലിഹ് ഇബ്നു ഖവാത്തിൻ്റെ ഹദീസ്, മറ്റൊന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്നുള്ള ഹദീസ്. ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹി വൽ ലഫ്ദു ലിൽ ബുഖാരി, ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. പക്ഷേ ഈ ഹദീസിൻ്റെ പ്രയോഗം അത് ഇമാം ബുഖാരിയുടേതാണ്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാണ് നോക്കി നിങ്ങൾ, സലാത്തുൽ ഖൗഫിൽ വരെ ജമാഅത്ത് നിസ്കാരമുണ്ട്. നിസ്കാരം ജമാഅത്തായിട്ടാണ്. സലാത്തുൽ ഖൗഫിൽ വരെ നിസ്കാരം ജമാഅത്തായിട്ടാണ്. ഇപ്പോൾ ജമാഅത്ത് നമസ്കാരത്തിൻ്റെ പ്രാധാന്യമാണ് അത് അറിയിക്കുന്നത്. നോക്കി, ശത്രു വന്നിട്ട് മുന്നിൽ നിൽക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദാത്തുർ റിഖാവ് യുദ്ധത്തിൽ, അതേപോലെ തന്നെ നജിദിൻ്റെ ഭാഗത്ത് നടത്തിയ റസൂലുള്ള ഈ യുദ്ധത്തിൽ, അതേപോലെ അസ്ഫാനിൽ, അതേപോലെ തന്നെ ഈ ബത്നുൻ നഖ്ലയിൽ പറഞ്ഞില്ലേ, പല ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ യുദ്ധം നിസ്കരിച്ചിട്ടുണ്ട് സലാത്തുൽ ഖൗഫ്. അതൊക്കെ ജമാഅത്തായിട്ടാണ് നിസ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ അത് ജമാഅത്തായിട്ടുള്ള നിസ്കാരത്തിൻ്റെ പ്രാധാന്യമാണ് അറിയിക്കുന്നത്. ജമാഅത്ത് നിസ്കാരത്തിൽ ഇളവുണ്ട് എങ്കിൽ അത് ഈ സന്ദർഭത്തിലായിരുന്നു ഇളവ് വേണ്ടിയിരുന്നത്, ഓരോരുത്തർക്കും തങ്ങളുടെ ഇഷ്ടത്തിന് നിസ്കരിക്കാൻ. പക്ഷെ അതുവരെ സമ്മതിച്ചിട്ടില്ല ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അതും ആ ജമാഅത്ത് നിസ്കാരത്തിൽ എല്ലാവരും പങ്കാളികളാകാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യാണ്? നിസ്കരിച്ചുകൊണ്ടിരിക്കുക, വെയിറ്റ് ചെയ്യാണ്. നോക്കിയാൽ ഈ നിസ്കാരത്തിൽ ഇതിൻ്റെ പ്രത്യേകത നോക്കി, ഒരു വിഭാഗം വന്ന് റസൂലുള്ളാഹിൻ്റെ കൂടെ ഒരു റക്അത്ത് നിസ്കരിച്ച്, മനസ്സിലായേ? എന്നിട്ട് റസൂലുള്ള എഴുന്നേറ്റ് മറ്റോലെ എന്ത് ചെയ്യാണ്? ഒരു റക്അത്ത് തങ്ങളുടേത് പൂർത്തിയാക്കിയിട്ട് അവർ പോവുകയാണ്. എന്നിട്ട് അടുത്ത വിഭാഗം വരുവോളം റസൂലുള്ള എന്ത് ചെയ്യാണ്? വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നിസ്കാരത്തിൽ ഒരു കൂട്ടർ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയേ. എന്നിട്ട് അവർ വന്ന് പിന്നെ അവരെയും കൊണ്ട് റസൂൽ എന്ത് ചെയ്യണം? ബാക്കി നിസ്കരിക്കുക, പിന്നെ അവരൊന്നിച്ച് സലാം വിട്ടുക. അപ്പോൾ എല്ലാവരും ജമാഅത്തിൽ പങ്കെടുക്കുവാനും എല്ലാവർക്കും ജമാഅത്തിൻ്റെ പുണ്യം കിട്ടാനും, അതും യുദ്ധവേളയിൽ, പേടിയുടെ വേളയിൽ. അപ്പോൾ പിന്നെ നിർഭയത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അവസരത്തിൽ സലാത്തുൽ ഖൗഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിയുടെ നിസ്കാരം എന്നാണ്. അതിന് നേരെ വിപരീത സലാത്തുൽ അംനാണ്, നിർഭയത്വത്തിൻ്റെ നാളുകളിലെ നിസ്കാരം. അപ്പോൾ പിന്നെ സലാത്തുൽ ഖൗഫിൽ ജമാഅത്ത് ഉണ്ട് എങ്കിൽ സലാത്തുൽ അംന്, അതിൽ ജമാഅത്തിൻ്റെ വിഷയം പ്രാധാന്യം പറയേണ്ടതില്ല. തയ്യം ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സലാത്തുൽ ഖൗഫിൻ്റെ ബാക്കി ഹദീസുകളും മസലകളും നമുക്ക് വരും കുറച്ചുകൂടി അടുത്ത ക്ലാസ്സിലത് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. നിസ്കാരം ശരിയാകുമോ ഇല്ലേ എന്നുള്ളതാണെങ്കിൽ നിസ്കാരം ശരിയാകും. അതേസമയം പിന്നെ ഇമാംമാർ കുറേ വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഇമാംമാർ ഓടി തന്നെ ഈ മഅ്മൂമിങ്ങളൊക്കെ നിർദ്ദേശിക്കുകയും അവർ ഉപദേശിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് അവർക്ക് റക്അത്തിട്ട് അവസരം കൊടുക്കണേലേറെ അവരെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് വേണ്ടത്. നിസ്കാരം സാധുവാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമാമിൻ്റെ നിസ്കാരം സാധുവാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിപ്പോൾ പിന്നെ മഅ്മൂമിങ്ങളെ പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ഒരിക്കൽ ഫജ്ർ നിസ്കരിച്ചപ്പോൾ റസൂലുള്ള കൂടുതൽ ഓതാൻ ഉദ്ദേശിച്ചു. പക്ഷേ ഇന്നാ അഅ്തൈനാക്കൽ കൗസർ സൂറത്താണ് ഓതിയത് റസൂലുള്ള. എന്തേ കാരണം? കുട്ടി കരഞ്ഞപ്പോൾ റസൂലുള്ളാഹി എന്ത് ചെയ്താണ്? ആ മഅ്മൂമിനെ പരിഗണിച്ചതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ മഅ്മൂമിങ്ങളെ പരിഗണിക്കുക എന്നുള്ളത് ഇമാമിന് പറഞ്ഞതാണ്. പക്ഷേ പിന്നെ ആ കേസ് പോലല്ല ഈ കേസ്. മനസ്സിലായില്ലേ? ആളുകൾ ഓടി വരുമ്പോൾ പിന്നെ ഓതി കഴിച്ച് വരുമ്പോൾ ആളുകളെ അതിലാളുകളെ എന്ത് ചെയ്യാണ് വേണ്ടത്? ഉപദേശിക്കാണ് വേണ്ടത്.
നമ്മളൊരു ശത്രുവിനെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ശത്രുവിനെ ഭയക്കുന്ന ഒരു അവസരത്തിലാണെങ്കിൽ അത്തരം സന്ദർഭങ്ങൾ ഷറാക്കപ്പെട്ടതാണ് ഈ നിസ്കാരം. അതിനാണ് സലാത്തുൽ ഖൗഫ് എന്ന് പറഞ്ഞത്. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.